നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം കരുവാരക്കുണ്ട് നടന്ന കൊലപാതകം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. പ്രായത്തിനപ്പുറം വളർന്ന പ്രണയപ്പക അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രാഥമികമായ നിഗമനം. 9ാം ക്ലാസ്സുകാരിയുടെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഒരു ടോക്സിക് പ്രണയമാണ് എന്നതടക്കമുള്ള വിലയിരുത്തലാണ് നിലവിൽ പോലീസിനുള്ളത്. സംശയരോഗം, അടക്കാനാവാത്ത പ്രകോപനം അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. +1 വിദ്യാർത്ഥിയായ കൂട്ടുകാരൻ്റെ ഭീഷണി, പീഡനം, ഇതിനൊടുവിലാണ് പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായത്. ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും പിടിയിലായ ആൺകുട്ടിയും. രണ്ടുപേരും സാമ്പത്തിക ശേഷി നിറഞ്ഞ ഇടത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവർ. കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയും ആൺ സുഹൃത്തായ 16കാരനും തമ്മിലുള്ള സൗഹൃദം നേരത്തെ തന്നെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാണ് വീട്ടുകാരുടെ മൊഴിയിൽ സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടിയെ കാണാതിരുന്നാൽ അസ്വസ്ഥനാവുകയും അന്വേഷിച്ച് വീട്ടിലെത്തുകയും ചെയ്യുന്നവനായിരുന്നു ഈ ആൺ സുഹൃത്ത്. ഇങ്ങനെ വീട്ടിലെത്തി ശല്യം ചെയ്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. പോലീസ് ആൺകുട്ടിയെ താക്കീത് ചെയ്തു. ഒരു താക്കീത് പോലെ ആൺകുട്ടിക്ക് പോലീസ് താക്കീത് ചെയ്തിരുന്നു. പെട്ടെന്ന് പ്രകോപിതനാകുന്ന സ്വഭാവക്കാരനാണ് സുഹൃത്ത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് ഈ പയ്യനെ ഭയമായിരുന്നു. വ്യാഴാഴ്ച പെൺകുട്ടി സ്കൂളിലെത്തി. സുഹൃത്ത് നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോവുകയായിരുന്നു. വൈകുന്നേരം മകളെ കാണാതായതോടെ അമ്മ പോലീസിൽ പരാതി നൽകി. സംശയം തോന്നിയ പോലീസ് വൈകാതെ ആൺ സുഹൃത്തിനെ വിളിച്ചു. സ്കൂളിൽ വെച്ച് പെൺകുട്ടിയെ കണ്ടിരുന്നു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ല എന്നായിരുന്നു ആ സമയം ഇവൻ നൽകിയ മറുപടി. വെള്ളിയാഴ്ച രാവിലെ പിതാവിനൊപ്പം സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് വ്യാഴാഴ്ച വൈകിട്ട് പോലീസ് ഈ പ്രതിയെ വിളിച്ച് നിർദ്ദേശിച്ചിരുന്നു. അതിക്രൂരമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ പിതാവിനൊപ്പം സ്റ്റേഷനിലെത്തിയാണ് സുഹൃത്തിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ആ പിതാവും തളർന്നുപോയി. സ്വന്തം മകൻ ഒരു കൊലപാതകിയായിരിക്കുന്നു എന്ന വിവരം ആ പിതാവിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വ്യാഴാഴ്ച കരുവാരക്കുണ്ടിൽ നിന്ന് പാണ്ടിക്കാട് വണ്ടൂർ വഴി ബസ് മാർഗം ഇരുവരും വാണിയമ്പലത്തെത്തുകയും വാണിയമ്പലത്ത് നിന്ന് റെയിൽവേ പാതയിലൂടെ നടന്നാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയതെന്നും പ്രതി വിവരിച്ചു. മറ്റൊരാളോട് പെൺകുട്ടിക്ക് അടുപ്പമുണ്ടെന്ന സംശയം, അതിനെ ചൊല്ലിയാണ് ഇവിടെ വെച്ച് വഴക്കുണ്ടാകുന്നത്. പെൺകുട്ടിയെ ശകാരിക്കുന്നു, വാക്കുതർക്കമുണ്ടാകുന്നു. ഇതിനിടെ പ്രകോപിതനായ ആൺസുഹൃത്ത് ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയുടെ കൈകൾ കെട്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ ബന്ധുക്കളടക്കം പറയുന്നു ഈ സുഹൃത്ത് ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്ന് വിശ്വസിക്കാനാകുന്നില്ല. മറ്റാരുടെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം 9ാം ക്ലാസ്സുകാരുടെ കൊലപാതക കേസിൽ പിടിയിലായ ആൺകുട്ടിയുടെ സ്വഭാവത്തിൽ 2 കൊല്ലത്തിനിടെ ഉണ്ടായത് വലിയ മാറ്റങ്ങളെന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. ഹൈസ്കൂൾ പഠനം വരെ ശാന്തനായിരുന്ന ആൺകുട്ടി ഹയർ സെക്കൻഡറി തലത്തിലേക്ക് എത്തിയതോടെ ആകെ മാറി. ഹൈസ്കൂൾ പഠനം വരെ ശാന്തനായിരുന്നു. പെട്ടെന്ന് ഹയർ സെക്കൻഡറി തലത്തിലേക്ക് എത്തിയപ്പോൾ ഈ ആൺകുട്ടിയുടെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് ഈ ആൺകുട്ടി പ്രകടിപ്പിച്ചിരുന്നത്. അടുത്ത കാലത്തും അതിന് ദൃക്സാക്ഷികളായവരുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വളരെ പരുഷമായിട്ട് അല്ലെങ്കിൽ വളരെ റഫായിട്ടൊക്കെയാണ് ഈ പ്രതി പെരുമാറിയിരുന്നത് എന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. വിലക്കുകൾ ലംഘിച്ചു പലതവണ അയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്താൻ ശ്രമിച്ചിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. വ്യാഴാഴ്ച വൈകിട്ട് പെൺകുട്ടി കൊല്ലപ്പെട്ട സമയത്തിന് ശേഷം ഇയാൾ തൊടിയലപ്പുലത്ത് അടുത്തൊരു വീട്ടിലെത്തി വെള്ളം ചോദിച്ചു വാങ്ങി കുടിച്ചിരുന്നു. മാത്രമല്ല വീട്ടുകാരെ വിളിക്കാൻ ഫോൺ ചോദിച്ചു വാങ്ങി വീട്ടുകാരെ വിളിക്കുകയും ചെയ്തു. ഒട്ടും സംശയിക്കാൻ പോലും ആകാത്ത വിധം സാധാരണക്കാരനായാണ് ആൺകുട്ടി പരിസരവാസികളോട് ഇടപെട്ടത്. അതായത് താനൊരു കൊലയാളിയാണ്, താനൊരു കൊലപാതകം ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നത് എന്ന തരത്തിലുള്ള യാതൊരു സൂചനയും വെള്ളം ചോദിച്ചെത്തിയ ഈ പ്രതിയിൽ നാട്ടുകാർക്ക് ദർശിക്കാൻ സാധിച്ചില്ല. കൃത്യം പോലീസിനോട് വിവരിക്കുമ്പോൾ ഇയാൾക്ക് ഒരു തരത്തിലുള്ള ഇടർച്ച, ഭയം ഒന്നുമേ ഉണ്ടായിരുന്നില്ല. യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല, യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല എന്നും പോലീസും വ്യക്തമാക്കുന്നുണ്ട്. കരുവാരക്കുണ്ടിൽ 16കാരൻ 14കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതാണ്. പെൺകുട്ടി പീഡനത്തിനിരയായി എന്നതാണ് അവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത. വിവരം അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് കൊലപ്പെടുത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി പോലീസിനോട് ഇക്കാര്യം സമ്മതിച്ചു എന്ന വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. യൂണിഫോമിൽ സ്കൂളിന് മുന്നിലെത്തിയ പെൺകുട്ടിയെ ഇന്നലെ മുതൽ കാണാതായി. വൈകുന്നേരമായിട്ട് മടങ്ങി വരാതിരുന്നപ്പോൾ കുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയെ 16കാരൻ ശല്യപ്പെടുത്തുമെന്ന വിവരം അമ്മയ്ക്ക് അറിയുമായിരുന്നു. അതിനാൽ സംശയം തോന്നുകയും തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തുകയുമായിരുന്നു. ഇതിന്
ഇതിനിടെ പ്രതി തൊടിയപ്പുല റെയിൽവേ സ്റ്റേഷന് 300 മീറ്റർ അകലെയുള്ള വീട്ടിലെത്തി. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിൽ കൊലപാതക വിവരം പുറത്തുവരികയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ചെന്നായിരുന്നു ആൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഉയർന്ന മേഖലയിൽ നിന്നായത് പോലീസിൽ സംശയമുണ്ടാക്കി. മാത്രവുമല്ല, ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ പാടുകളും കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു. കുട്ടിയുടെ സ്കൂൾ ബാഗ് മൃതദേഹത്തിന് അടുത്തുനിന്നും കണ്ടെത്തുകയും ചെയ്തു. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകുമെന്നാണ് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ചെയ്യാനാവില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു. വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. 16-കാരൻ നേരത്തെയും പെൺകുട്ടിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയത്. പെൺകുട്ടിയുമായുള്ള ബന്ധം എതിർത്തതിനാണ് ഭീഷണി. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം നടവഴിയുള്ള സ്ഥലമല്ലെന്നും വിജന വഴിയാണെന്ന് നാട്ടുകാരും പറഞ്ഞു. ജനസമ്പർക്കമില്ലാത്ത സ്ഥലമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്തായാലും ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ക്രൂര പീഡനം നേരിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൈകൾ രണ്ടും പിറകിലേക്ക് കെട്ടിയിട്ട ശേഷമാണ് +1കാരനായ ആൺസുഹൃത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുണ്ട്. ബലാത്സംഗ ശേഷം പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വാണിയമ്പലം തൊടിയപ്പുല റെയിൽവേ സ്റ്റേഷനിൽ പുള്ളിപ്പാടം ഭാഗത്ത് റെയിലിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ വെള്ളിയാഴ്ച പകൽ 11ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും ദീർഘകാലമായി സൗഹൃദത്തിലായിരുന്നു. അടുത്തിടെ ആൺകുട്ടി വീട്ടിൽ അതിക്രമിച്ച് ായി കാണിച്ച് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ 16-കാരനെ താക്കീത് നൽകി പിന്തിരിപ്പിച്ചു. പക്ഷേ അത് എല്ലാം അവസാനിച്ചത് ഈ ഒരു സംഭവത്തിലാണ് എന്നത് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം. വ്യാഴാഴ്ച അനുജത്തിക്കൊപ്പം സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂളിന് മുന്നിൽ ബസ് ഇറങ്ങിയ ശേഷം സുഹൃത്തിനൊപ്പം പോവുകയായിരുന്നു. പിന്നീടാണ് തൊടിയപ്പുലത്ത് എത്തിയത്. ഇവിടെ വെച്ച് പെൺകുട്ടി ഫോണിൽ അമ്മയെ വിളിച്ചുടൻ വീട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇതിനുശേഷമാകാം കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയുടെ നിന്ന് വസ്ത്രം ഉപയോഗിച്ച് കൈകൾ പുറകിലേക്ക് കെട്ടിയായിരുന്നു പീഡനം. ഈ പീഡനം ചെറുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ മൃഗീയമായിട്ടാണ് ഈ പ്രതി മർദ്ദിച്ചിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് പ്രതി യാതൊരു കൂസലുമില്ലാതെ അവിടെ നിന്ന് മടങ്ങിയത്. വൈകിട്ട് 5 മണിയായിട്ടും പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെ കുടുംബ പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയുടെ ടവർ ലൊക്കേഷൻ പോലീസ് ട്രാക്ക് ചെയ്തതോടെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.